പ്രാക്ടീസ് മെഡിറ്റേഷൻ. റെഗുലറായിട്ട് എവ്രി ഡേ പ്രാക്ടീസ് യുവർ മെഡിറ്റേഷൻ. ഇനി മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് വ്യക്തികൾ സ്ഥിരമായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ചോദിക്കുന്നൊരു കാര്യമുണ്ട്. എനിക്ക് മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ എനിക്ക് ഒട്ടും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഒരു 5 മിനിറ്റ് പോലും എനിക്ക് മെഡിറ്റേഷൻ ഇരിക്കുമ്പോഴത്തേനും എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഒന്നുകിൽ ബോഡിയുടെ ഏതെങ്കിലുമൊക്കെ ഭാഗം വല്ലാണ്ട് ചൊറിയും, ഇല്ലെന്നുണ്ടെങ്കിൽ കൈ മരവിക്കുന്നത് പോലെ തോന്നും, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് തോട്ട്സ് കയറി വരും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒത്തിരി തോട്ട്സ് ഇങ്ങനെ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ കയറി വരും. സോ ഞാൻ വല്ലാണ്ട് വറി ചെയ്യുന്നുണ്ട്, എനിക്ക് എൻ്റെ മെഡിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് തിരിച്ചറിയുക. മെഡിറ്റേഷൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. കാരണം നമ്മുടെ മൈൻഡ് റിസീവ് ചെയ്തിട്ടിരിക്കുന്നത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമല്ല, ആവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങളും നമ്മുടെ മൈൻഡിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കോൺസെൻട്രേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു കോൺസെൻട്രേഷൻ വേണമെന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോൾ വന്നിരിക്കുമോ അപ്പോൾ നമ്മുടെ മൈൻഡിനകത്ത് ഓൾറെഡി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ വെളിയിൽ വരത്തുള്ളൂ, അതേ ഫ്ലോ ആവത്തുള്ളൂ. അതായത് ഒരു ജെനുവിൻ മെഡിറ്റേഷൻ ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ മെഡിറ്റേഷനിൽ ഫസ്റ്റ് വളരെ ഡിസ്കംഫർട്ടബിൾ ആയിരിക്കും, സ്ട്രഗിൾ ചെയ്യും, ഈ പറഞ്ഞ നേരത്തെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ. ഇനി ഇവിടെ ഇതിൽ നിന്നിട്ട് നിങ്ങൾക്കൊരു ചെറിയൊരു റിയലൈസേഷന് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ കൂടി ഓവർ തോട്ട്സും അല്ലാന്നുണ്ടെങ്കിൽ നെഗറ്റീവ് തോട്ട്സും, നമ്മുടെ ബോഡി വല്ലാണ്ട് സ്ട്രെയിൻ ആകുന്നുണ്ട്. ഒരു 5 മിനിറ്റ്സ് ഇരിക്കുമ്പോഴത്തേനും എനിക്ക് മൂക്ക് ചൊറിയും, എനിക്ക് തല ചൊറിയും, അതുപോലെ തന്നെ എൻ്റെ കൈയും കാലും ഒക്കെ വല്ലാണ്ടൊന്ന് അനക്കാനായിട്ടൊക്കെ തോന്നും. യു ഡു ദാറ്റ്, ഡോണ്ട് വറി, യു ഡു ദാറ്റ്. മെഡിറ്റേഷൻ്റെ, അതായത് ബിഗിനിങ് സ്റ്റേജ് ഓഫ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് തന്നെ ഇതെല്ലാം ചേർന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യം, ഐ ആം ഗോയിങ് ടു മെഡിറ്റേഷൻ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ നിങ്ങൾക്കൊരു 5 മിനിറ്റ്സ് ചെന്നിരിക്കാൻ സാധിക്കുന്നുണ്ടോ റെഗുലറായിട്ട്? അവിടെ തോട്ട്സ് വരുന്നത് ഓക്കെ, അവിടെ നമ്മുടെ ബോഡി എവിടെയെങ്കിലുമൊക്കെ നമുക്കൊന്ന് അനക്കണമെന്ന് തോന്നുന്നത് ഓക്കെ, യു ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ബട്ട് നിങ്ങൾക്ക് ഐ ആം ഗോയിങ് ടു, അല്ലെന്നുണ്ടെങ്കിൽ ഐ ആം സിറ്റിംഗ് ഫോർ മെഡിറ്റേഷൻ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ നിങ്ങൾക്കൊരു 5 മിനിറ്റ്സ് പെർ ഡേ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ബിഗിനിങ് സ്റ്റേജിൽ നിങ്ങൾ ഇത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇനഫ്. നിങ്ങൾ വേറെ ഒരു കാര്യം ഓർത്തും നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇരുന്ന് റെഗുലറായിട്ട് ശീലിക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും നമ്മുടെ ആ ഒരു മെഡിറ്റേഷൻ്റെ ഡീപ്പ് റെലവുമായിട്ട് ഓട്ടോ ട്യൂൺ ചെയ്യാൻ പറ്റുന്നത്. ഒരു ഓട്ടോ ട്യൂൺ നടക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്ത് ഡിസ്കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീൽ ഉണ്ടെങ്കിലും ഓക്കെ, ഞാൻ ഇതിന് വേണ്ടി ഇരിക്കുന്നു എന്നുള്ള ഒരു കണ്ടീഷനിൽ, ഒരു മൈൻഡ് കണ്ടീഷനിൽ, ഒരു മൈൻഡ് സെറ്റിൽ പോയി ചെന്നിരിക്കുക. അവിടെ എന്തോ വന്നോട്ടെ. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, ഒരു കുഞ്ഞിനെ ഫസ്റ്റ് ടൈം നമ്മൾ നഴ്സറിയിൽ അല്ലെങ്കിൽ പ്രീ KG-യിലൊക്കെ കൊണ്ടാക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ അടങ്ങി ഒതുങ്ങിയാണോ ഇരിക്കാറ്? അല്ലല്ലേ, അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് ഒന്നിലേക്കും ഒന്നും പ്രോപ്പറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് ടീച്ചർ എന്തെങ്കിലും പറയുവാണെങ്കിൽ ടീച്ചറിൻ്റെ മാക്സിമം അവനൊരു 4 to 5 സെക്കൻഡ്സ് മാത്രമേ നോക്കാറുള്ളൂ. പക്ഷേ അവൻ അടുത്ത ക്ലാസ്സുകളിലേക്ക് അവൻ നല്ല രീതിയിൽ പഠിച്ചു വരുമ്പോൾ അവനിൽ നിന്നിട്ടുണ്ടാകുന്നത് വളരെ കോൺസെൻട്രേഷനോട് കൂടി ക്ലാസ്സിൽ വളരെ പ്രോപ്പറായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് അവൻ കടക്കും അല്ലേ. ഇതുപോലെ മെഡിറ്റേഷൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ ഇങ്ങനെ തന്നെയാണ്. അത് റിയലൈസ് ചെയ്ത് ഹാർട്ട് ഫ്രീ ആക്കി ഇരിക്കുക. ഓക്കെ, എനിക്കൊരുപാട് തോട്ട്സ് വരാൻ സാധ്യതയുണ്ട്, എൻ്റെ ഫിസിക്കൽ ബോഡിക്ക് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംതിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊന്നും എൻ്റെ മെഡിറ്റേഷന് ഞാൻ ഇരിക്കുന്നതിന് തടസ്സമല്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ വേണം ഫസ്റ്റ് ടൈം ഇരിക്കാനായിട്ട്. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, കറക്റ്റായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയുടെ കീഴിൽ നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്താൽ അത്രയും നല്ലത്. സോ ഇത് ബിഗിനിങ് സ്റ്റേജിൽ നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ ഇതിൻ്റെ അടുത്ത കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.